അപ്പൊ ഇനി കോഴിക്കോടൻ ദം ബിരിയാണികൾ കഴിക്കാൻ വേണ്ടിയാണ്ടേ കോഴിക്കോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല മക്കളെ. നേരെ പോന്നോളി പെരിന്തൽമണ്ണക്ക്. നല്ല അടിപൊളി വെറൈറ്റി കോഴിക്കോട് സ്റ്റൈലിലുള്ള ലഗോൺ ബിരിയാണി, അതുപോലെ തന്നെ ബീഫ് ബിരിയാണി, ഫിഷ് ബിരിയാണി, ഇങ്ങനെ പല വെറൈറ്റീസിലുള്ള ദം ബിരിയാണികളാണ് ഇവർ കൊടുക്കുന്നത്. അപ്പൊ ഇത് കഴിക്കാൻ വേണ്ടി വന്ന ആൾക്കാരെ തിരക്ക് കണ്ടുകൾ നല്ല അടിപൊളി തിരക്കാണ്. അപ്പൊ ഇവരുടെ ബിരിയാണിന്റെ പ്രത്യേകത നമുക്ക് ചോദിച്ചു. നമ്മളെ ബിരിയാണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പച്ചക്ക് ദം ചെയ്യണ പരിപാടിയാണ്. അതാണ് ബീഫ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും പച്ചക്ക് ദമ്മിട്ടതായിരിക്കും. ബിരിയാണി സൂപ്പറാണ്. ഇത്ര ടേസ്റ്റുള്ള ബിരിയാണി ഞാൻ മുൻപ് കോഴിക്കോട് നിന്ന് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ദം ബിരിയാണികളും ഇവരുണ്ടാക്കുന്നത് കൈമ റൈസിലാണ് കേട്ടോ. അപ്പോൾ അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ്. ഇക്കെ കുറെ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടേ, ഈ പച്ചക്ക് ദമ്മിട്ട് കഴിഞ്ഞാലേ അത് വേവോ എന്നുള്ളത്, അതിനെ കുറിച്ച് എന്താ പറയണേ? അത് നേരിട്ട് കണ്ടോ ഈ ഇത്ര നല്ല രീതിയിൽ വേവുണ്ട് അല്ലേ, ജ്യൂസി ആയിരിക്കും. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്തത് ഇവരുടെ ലഗോൺ ബിരിയാണി കേട്ടോ. അപ്പൊ ലഗോൺ ബിരിയാണിയുടെ ചിക്കനൊക്കെ നല്ല ജ്യൂസി പോലെ വന്നിട്ടുണ്ട്. അതും നല്ല അടിപൊളി ടേസ്റ്റിൽ കോഴിക്കോട് സ്റ്റൈലിൽ തന്നെയാണ് ഇവര് കൊടുക്കുന്നത്. അപ്പോൾ ഈ ലഗോൺ ബിരിയാണി മസ്റ്റ് ട്രൈ ആണ്. പിന്നെ ഓഫീസുകൾക്കും വീടുകൾക്കും എത്ര ചെറുതും വലുതായിട്ടുള്ള ഓർഡറുകൾ ഇവർ സ്വീകരിക്കും. പിന്നെ ഉച്ചക്ക് 11 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇതിന്റെ. പിന്നെ ജംഷിം അതേപോലെ തന്നെ റാഫി എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവർ കഴിച്ചത് ബീഫ് ബിരിയാണി അതുപോലെ തന്നെ പൊരിച്ച ചിക്കൻ ബിരിയാണിയാണ്. അപ്പൊ അവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ബിരിയാണിന്റെ സ്പോട്ട് വരുന്നത് പെരിന്തൽമണ്ണ KSRTC സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള KMT സിൽക്സിന്റെ തൊട്ടടുത്തോടെ ഇങ്ങനെ റോഡ് കാണാൻ പറ്റും. അപ്പോൾ അതിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ദം ഡിലൈറ്റ് ബിരിയാണി ഹൗസ്. അപ്പോൾ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് വരിക, കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.